ഹലോ ഫ്രണ്ട്സ്, മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒമേഗ-3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ചാണ്. ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വാക്കാണ് ഒമേഗ-3 എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് പ്രവാസ ലോകത്തും നാട്ടിലേക്ക് പോകുന്ന ഏത് പ്രവാസിയുടെയും ലഗേജിൽ അവൻ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ മുൻകാലങ്ങളിൽ നിഡോ, ടാങ്ക് ഒക്കെ കൊണ്ടുപോയിരുന്ന പോലെ ഇന്ന് പ്രവാസി കൊണ്ടുപോകാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്. ഇന്ന് അതിനെക്കുറിച്ചുള്ള അവബോധം നല്ല രീതിയിൽ തന്നെ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരിൽ കാണപ്പെടുന്നുണ്ട്. ഒരു 20-25 വർഷം മുമ്പ് ഇത് മറ്റൊരു രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ധാരാളം പ്രവാസികൾ കൊണ്ടുവന്നിരുന്നു. അന്നത് മീനെണ്ണ ഗുളികകൾ, കോഡ് ലിവർ ഓയിൽ എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. എന്താണ് ഈ മീനെണ്ണ ഗുളികകളിലുള്ളത്? ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ആണ്. ഇന്ന് ആ പേരിൽ തന്നെ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്ന പേരിൽ തന്നെ സപ്ലിമെൻറ്റ്സ്, ഇവയുടെ ഗുളികകൾ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സാധാരണക്കാരെ തൊട്ട് വിദ്യാസമ്പന്നർ വരെ അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സപ്ലിമെൻ്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെ ഇതിൻ്റെ ഉപയോഗം വ്യാപകമായിട്ട് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്, ഫാറ്റി ആസിഡ്സ് ആണ്, കൊഴുപ്പാണ്. അൺസാച്ചുറേറ്റഡ് കൊഴുപ്പ് വിഭാഗത്തിൽ പെടുന്നതാണ്. അൺസാച്ചുറേറ്റഡ് കൊഴുപ്പ് എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് കൊഴുപ്പുണ്ട്. സാച്ചുറേറ്റഡ് കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു ബാഡ് ഫാറ്റ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നു. നല്ലതല്ല, നോട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, നമുക്കറിയാമല്ലോ. എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഹെൽത്തിയാണ്. അത് ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ഗുഡ് ഫാറ്റ്സ് എന്നും അറിയപ്പെടുന്നു, ഹെൽത്തി ഫാറ്റ്സ് എന്നും അറിയപ്പെടുന്നു. ആ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഒമേഗ-3 അടങ്ങിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഒമേഗ-3 കാണപ്പെടുന്നത്. അവയുടെ ചുരുക്ക രൂപങ്ങൾ ഇങ്ങനെയാണ്: EPA, DHA, ALA. ഇതിൽ EPAയും DHAയും ഫിഷിൽ നിന്ന് ലഭിക്കുന്നു. അവയുടെ സോഴ്സിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ ഫാറ്റി ആസിഡ്സ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് നോക്കാം. അതായത് EPA, ആദ്യം പറഞ്ഞ 2 ഫാറ്റി ആസിഡ്സ്, EPA ആൻഡ് DHA ഫാറ്റി ആസിഡ്സ്, അവ മറൈൻ ഫാറ്റി ആസിഡ്സ് എന്നും കൂടി അറിയപ്പെടും. കാരണം അവയുടെ പ്രധാന സോഴ്സ് ഫിഷാണ്. മത്സ്യങ്ങളിൽ നിന്നാണ് അവ പ്രധാനമായിട്ടും ലഭിക്കുന്നത്. അതിൽ തന്നെ ഏതുതരം മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സാൽമൺ, നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന സാർഡൈൻ, അതായത് മത്തി അല്ലെങ്കിൽ മാക്രാൾ, അയല വിഭാഗത്തിൽപ്പെടുന്ന മത്സ്യങ്ങളിൽ ഇവ ധാരാളമായിട്ടുണ്ട്. ടൂണയിലും ധാരാളമായിട്ട് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് കാണപ്പെടുന്നു. മറ്റൊരു സോഴ്സ് പ്രധാനമായിട്ടും നട്ട്സ് ആൻഡ് സീഡ്സ്. അവയിൽ നിന്നും, നട്ട്സിൽ നിന്നും സീഡ്സിൽ നിന്നും നമുക്ക് ഫാറ്റി ആസിഡ്സ്, ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ലഭിക്കുന്നുണ്ട്. ഏതെല്ലാം തരം നട്ട്സ് ആണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും വാൾനട്ട്സിലും ആൽമണ്ട്സിലും കുറച്ചൊക്കെ, സീഡ്സ് വിഭാഗത്തിൽ ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സിലും ധാരാളമായിട്ട് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് കാണപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു സോഴ്സ് ഫ്രൂട്ട്സ് ആണ്. പഴവർഗ്ഗങ്ങളിൽ പ്രധാനമായിട്ടും അവക്കാഡോ, പപ്പായ, കിവി ഫ്രൂട്ട്സുകളിലാണ്, കുറച്ചൊക്കെ ഓറഞ്ചിലും ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ്സിൻ്റെ സോഴ്സുകൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്താണെന്നും അവയുടെ സോഴ്സുകൾ ഏതാണെന്നും മനസ്സിലാക്കി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഒമേഗ-3 ഫാറ്റി ആസിഡ്സിൻ്റെ ഗുണങ്ങളും ശരീരം എപ്പോഴൊക്കെയാണ് ഇവ ആവശ്യപ്പെടുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.